അനന്തപുരിയിൽ ഇന്ന് കലാപൂരം രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രണ്ടാമത്തെ വേദിയായ പെരിയാറിന്റെ തീരത്ത് തിരുവാതിരക്കളി വിളക്ക് വെച്ചുകൊണ്ടാണ് രണ്ടാം ദിനം ആരംഭിച്ചത്. ഒപ്പനയ്ക്കായി ഒരുങ്ങിയ മണവാട്ടിമാരുടെയും തോഴിമാരുടെയും നാണവും ചിരികളൊക്കെ പ്രധാന വേദിയിൽ നിന്ന് കേൾക്കാനൊക്കെയുണ്ട്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുക്കിയ 25 വേദികളിൽ 25 പുഴകളായി സർഗ കല ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാം ദിനം മത്സര ചൂടിലേന്തി നിൽക്കുന്നു. നേരം ചെല്ലുംതോറും ആ ആവേശം വർദ്ധിക്കുകയാണ്. കപ്പ് ഞങ്ങൾ എടുക്കുമെന്ന് ഉറച്ചിരിക്കുകയാണ് കണ്ണൂരിന്റെ കുട്ടികൾ. വിട്ടുകൊടുക്കില്ലെന്ന് പാലക്കാടും കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ട് മുന്നിൽ തന്നെയുണ്ട്. ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ നമ്മോടൊപ്പം കേരള വിഷന്റെ എല്ലാ ടീമും അവിടെ സജ്ജമാണ്. ഇപ്പോൾ വിശേഷങ്ങളുമായിട്ട് ജോസഫ് അഗസ്റ്റിനുണ്ട്. ജോസഫ്, എങ്ങനെയാണ് രണ്ടാം ദിവസം അവിടെ പൊടി പൊടിക്കുന്നത്? ആരാണ് അതിഥിയായിട്ട് ഇപ്പോൾ ഉള്ളത്? ആതിര, ഒന്നാമത്തെ സ്റ്റേജിൽ നിന്ന് ഒപ്പനയുടെ കൈകൊട്ടി താളത്തിനൊപ്പോൾ ഈ കലോത്സവത്തിന്റെ മൊത്തം ലഹരിയും കൈകൊട്ടി കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനോടകം 5-ലധികം ടീമുകൾ ഒപ്പന നടത്തി അവർ സ്റ്റേജിന് പുറത്തേക്ക് എത്തുകയാണ്. ഇത്തവണ ഒപ്പനയ്ക്ക് വാശിയേറിയ പോരാട്ടമാണ്. നിരവധി പേരാണ് ഇവിടെ പ്രേക്ഷകരായി എത്തിയിരിക്കുന്നത്. ആ ഓരോ പ്രേക്ഷകരും ഓരോ വിധികർത്താവെന്ന രീതിയിൽ അത്രമേൽ ഒപ്പനയെ സ്നേഹിക്കുന്നവർ കൂടിയാണ്. അതിര സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. അതിഥി മറ്റാരുമല്ല, ലളിതഗാനത്തിൽ എ ഗ്രേഡോടുകൂടി ഈ പ്രാവശ്യവും നേട്ടം കൈവരിച്ചിരിക്കുന്ന ചോറ്റാനിക്കര സ്വദേശിയായിട്ടുള്ള ശ്രീഹരിയാണ് ഇപ്പോഴുള്ളത്. ശ്രീഹരി, ഈ ആദ്യത്തെ തവണയാണോ ഇത്തരത്തിൽ കലോത്സവ വേദിയിലേക്ക് എത്തിച്ചേരുന്നത്? അല്ല, ഞാൻ 8 തൊട്ട് തന്നെ. 8 തൊട്ട്. എന്താണ് ഐറ്റം? ലളിതഗാനം. ഇത്തവണത്തെ ലളിതഗാന മത്സരം എങ്ങനെ ടഫായിരുന്നോ അതോ കുറച്ച് ഭയങ്കര ടഫായിരുന്നു? മറ്റു മത്സരാർത്ഥികൾ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ട് പാടുമായിരുന്നു. നന്നായിട്ട് പാടി. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരുടെ മത്സരം? മറ്റു മത്സരാർത്ഥികളുടെ മത്സരം കണ്ടിരുന്നല്ലോ, മറ്റ് വിഭാഗത്തിലുള്ള ആളുകളുടെ മത്സരം കണ്ടിരുന്നല്ലോ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അത് ഞങ്ങളുടെ തന്നെ ഭയങ്കര ടഫായിരുന്നു. വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും തയ്യാറല്ല. എന്നാൽ നമുക്കൊരു പെർഫോമൻസ് കണ്ടാലോ? ഒരു പാട്ട് പാടിത്തരാമോ? ലളിതഗാനം പാടാം. മഴയായി പൊഴിയും മനസ്സിൻ്റെ താളം, നീളയായൊഴുകും കളഹംസങ്ങൾ. മഴയായി പൊഴിയും മനസ്സിൻ്റെ താളം, നീളയായൊഴുകും കളഹംസങ്ങൾ. കുളിരല കൈകളിലേറിയെത്തുന്നു പ്രണയവർണ്ണങ്ങൾ തൻ കളിവഞ്ചി. സ്വരസുധയാ തഴുകൂ എന്നെ മണിവീണയായി മാറ്റൂ. ലളിതഗാനവേദികളിലൂടെ എത്തിയ നിരവധി ആളുകൾ ഉണ്ട് ഈ കലാരംഗത്തും പ്രതിഭകളായിട്ടുള്ളത്. അത് ആരാണ് ഏറ്റവും വലിയ റോൾ മോഡൽ? ആരാണ്? യേശുദാസ് സാറ്. ഈ യേശുദാസിനെ പോലെ ആവണമെന്നാണോ മറ്റ് സംവിധായകൻ എന്ന നിലയിലേക്ക്, മ്യൂസിക് ഡയറക്ടർ എന്ന നിലയിലേക്ക് പോകാനാണോ, പാട്ടുകാരൻ എന്ന നിലയിലേക്ക് അറിയപ്പെടാനാണോ? പാട്ടുകാരൻ എന്ന നിലയിൽ. ഇനി നമുക്കൊരു സിനിമാ ഗാനം പാടിത്തരാൻ സാധിക്കും. ഏത് പാട്ടാണ്? ദേവി. ഒരു ഗാനം നമ്മുടെ കേരള വിഷന്റെ മുഴുവൻ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പാടും. ദേവി ആത്മരാഗമേകാൻ കന്യാവനിയിൽ സുഹൃതം കളഗാനം പകരാനണയൂ. ഗന്ധർവ വീണയാകൂ നീ ദേവി. വളരെ മനോഹരമായിരുന്നു കേട്ടോ. ആതിര അടക്കം പറയുന്നുണ്ട്, വളരെ മനോഹരമായി പാടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ എത്ര കാലമായി ഈ പാട്ട് അഭ്യസിക്കാൻ തുടങ്ങിയത്? ഞാൻ 11 വർഷമായി. ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പാട്ട് ഏതായിട്ടാണ് തോന്നിട്ടുള്ളത്? ഇതുവരെ പാടിയതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പാട്ട് ഏതായിട്ടാണ്? സിനിമ പാട്ട്. പ്രമദവനമാണ്. അതിൻ്റെ 2 വരി നമുക്ക് പാടിത്തരാൻ പറ്റുമോ? പ്രമദവനം ടഫാണെന്ന് അറിയാം, എന്നാൽ 2 വരി ഒന്ന് ട്രൈ ചെയ്യാം. ജോസഫിനൊന്ന് കൂടെ പാടണമെന്നൊക്കെ ഉണ്ടല്ലേ ജോസഫ്? അയ്യോ, ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞു. പ്രമദവനം വീണ്ടും ഋതുരാ
സായാഹ്നം പോലെ ശുഭ സായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൾ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശ്രീഹരിയുടെ പ്രമദവനം അടിപൊളിയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. യേശുദാസിനെ പോലെ അല്ലെങ്കിൽ യേശുദാസിനേക്കാൾ മികച്ചൊരു ഭാവഗായകനായി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ ആതിര, ഇവിടെ പ്രധാന വേദിയിൽ ഒപ്പന മത്സരങ്ങൾ തുടരുകയാണ്. ആവേശത്തോടെ കൈകൊട്ടി കയറുകയാണ് ഓരോ മണവാട്ടിമാരും അവർക്കൊപ്പമുള്ള തോഴിമാരും. എന്തായാലും ആവേശത്തിനൊട്ടും കുറവല്ല. ഇന്ന് ജനപ്രവാഹം തന്നെയാണ് ഈ പ്രധാന വേദിക്കരികിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ജനപങ്കാളിത്തം തന്നെയാണ്. രണ്ടാം ദിവസവും അനന്തപുരിയിൽ കലാപൂരം ഇങ്ങനെ പൊടിക്കുകയാണല്ലേ? തീർച്ചയായും ആതിര, ഇങ്ങനെ കലാപൂരം ഇങ്ങനെ പൊടി പാറുകയാണ്. കുറച്ച് ചെളിയൊക്കെ ഇന്നലെ പെയ്ത മഴയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതൊന്നും വകവയ്ക്കാതെയാണ് ഈ നർത്തകരടക്കം ഈ വേദികളിലേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും ആവേശത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്നുള്ളത് ഈ ഒന്നാമത്തെ വേദിയിലത്തെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആതിര. അവധി ദിവസമാണ്, ജനപങ്കാളിത്തം ഒന്നുകൂടെ ഏറുന്ന ഒരു സമയമാണ്, ഉച്ച സമയമാണ്. എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ? നല്ല തീ വെയിലാണ് ആതിര. അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾക്ക് ചെറിയ ക്ഷീണമുണ്ട്. പക്ഷെ ഇതൊന്നും ക്ഷീണമല്ല. വിവിധ ഏജൻസികൾ, പ്രത്യേകിച്ച് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തുന്ന മത്സരാർത്ഥികൾക്കൊട്ടും ക്ഷീണം തട്ടാത്ത രീതിയിൽ കൃത്യമായി വെള്ളവും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അതിനടുത്ത് തന്നെയാണ് നമ്മളുടെ സ്റ്റാൾ ഉള്ളത്. അതുകൊണ്ട് ഈ സ്റ്റാളിലേക്ക് വരുന്നവർക്ക് വെള്ളവും പഴവും എല്ലാം തന്നെ ധാരാളമായി കുടിക്കാനും കഴിക്കാനുമുള്ള അവസരമെല്ലാം ഈ സ്റ്റാളിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അതിൻ്റെ തന്നെ ഒരു ആവേശമാണ് നമുക്കും തീർച്ചയായിട്ടുള്ളത്. ആ ഒരു ആവേശം ഒട്ടും അണമുറിയാതെ തന്നെ പോകുന്നു. ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾക്ക് അടുത്തതായി കാണാനുള്ള കുറേ മത്സരം തന്നെ.